മനുഷ്യ മനസ്സ് അത് വളരെ സങ്കീർണമായ ഒന്നാണ്. മനുഷ്യ ശരീരത്തെക്കാളും പ്രശ്നബാധിതമാകുന്നത് ചിലപ്പോൾ മനുഷ്യ മനസ്സാകാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതും മനുഷ്യ മനസ്സിനെ കുറിച്ചാണ്. നമ്മോടൊപ്പമായിരിക്കുന്നത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചെറുപുറത്തച്ഛനാണ്. അച്ഛൻ സിഫാം കൗൺസിലിംഗ് സെൻ്ററിൻ്റെ ഡയറക്ടറാണ്. തലശ്ശേരി അതിരൂപതയുടെ കൗൺസിലിംഗ് സെൻ്ററാണ് സിഫാം. 13 വർഷമായി അച്ഛൻ ഈ മേഖലയിൽ സേവനം ചെയ്തു വരികയാണ്. അച്ഛ, ഹൃദ്യമായ സ്വാഗതം. താങ്ക് യു. അച്ഛൻ, നമ്മൾ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമേ തന്നെ ചോദിച്ചുകൊള്ളട്ടെ, എന്താണ് മാനസികാരോഗ്യം? ഒന്ന് ഡിഫൈൻ ചെയ്യാവോ? എന്താണ് മാനസികാരോഗ്യം? മാനസികാരോഗ്യത്തിന് വിവിധ തലങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിന് നല്ല സന്തോഷചിത്തരായിരിക്കുക. പിന്നെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. പിന്നെ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മനസ്സിൻ്റെ ധൈര്യം. പിന്നെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോവുക, റിലേഷൻഷിപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, നമ്മുടെ ജീവിതത്തെ തന്നെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്. അപ്പോൾ പ്രധാനമായിട്ടും ഇമോഷൻസ് ഉണ്ട്, നമ്മുടെ വികാരങ്ങൾ. ഇപ്പോൾ വികാരങ്ങളെ ശരിയായി മനസ്സിലാക്കാനും പ്രകടിപ്പിക്കാനുള്ള കഴിവ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വിവിധ തലങ്ങളിൽ കൂടെ നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നന്നായി പെർഫോം ചെയ്തു പോകുമ്പോഴാണ് അവർക്ക് മാനസികാരോഗ്യം ഉണ്ടെന്ന് പറയുന്നത്. അവിടെ ഒരു കുഴപ്പം വരികയോ അസ്വസ്ഥത ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആവുക, അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ മാനസിക ആരോഗ്യത്തിൻ്റെ കുറവായ. അപ്പോൾ നല്ല സന്തോഷചിത്തരായി ജീവിക്കാൻ വേണ്ടി നല്ല മാനസികാരോഗ്യം വേണം. അതാണ് മാനസികാരോഗ്യം. അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശരീരമുണ്ട്, മനസ്സുമുണ്ട്. അച്ഛൻ മാനസിക മേഖല അല്ലെങ്കിൽ മനസ്സിന്റെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുകയാണ്, ശരീരത്തിന്റെ ആരോഗ്യമാണോ മനസ്സിന്റെ ആരോഗ്യമാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ ഏതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുക? ഞാൻ പറയും മനസ്സിൻ്റെ ആരോഗ്യമാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത്. കാരണം ശരീരത്തിൻ്റെ കുറേ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മനസ്സിൻ്റെ രീതികളാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ശരിയായിട്ടില്ല എങ്കിൽ ശരീരത്തെയും അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാർ മെഡിക്കേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഈ മനസ്സെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ക്യാൻസർ ബാധിച്ചു. അപ്പോൾ നമ്മുടെ ചില ക്യാൻസർ രോഗികൾ അതിന് പെട്ടെന്ന് അതിജീവിക്കാനുള്ള കാരണം മനസ്സിൻ്റെ ബലമാണ്. ചില ക്യാൻസർ രോഗികൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ കൂടുതൽ വിഷമിച്ചു പോകുന്നതിന് കാരണം മനസ്സിൻ്റെ ബലക്കുറവാണ്. അപ്പോൾ മനസ്സ് ശക്തിപ്പെടുത്തിയാൽ ഈവൻ നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ടാണ് എപ്പോഴും മാനസികാരോഗ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് പറയാൻ കാരണം. അപ്പം മനസ്സിന്റെ ആരോഗ്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും. അപ്പം അച്ഛൻ പറഞ്ഞതിനകത്തൊരു വാക്കാണ് സൈക്കാട്രിസ്റ്റ്, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് മരുന്ന് കൊടുക്കുന്നു. നമുക്ക് ഈ മാനസിക ആരോഗ്യം, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളൊരു ധാരണയുണ്ട് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഒരു മാനസിക രോഗത്തിന്റെ അല്ലെങ്കിൽ വിഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ട് ഈ മേഖലയെ അതൊന്ന് അച്ഛന് വേർതിരിച്ച് പറയാൻ പറ്റുമോ? സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രി എന്ന് പറയുന്നത് എന്താണെന്നും സൈക്കോളജി എന്ന് പറയുന്നത് എന്താണെന്നും ഒന്ന് വേർതിരിച്ച് പറയാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും ഒരു 3 തരത്തിലുള്ള ഒരു വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ട്രെയിനിങ്ങിലുള്ള വ്യത്യാസം. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ MPhil അല്ലെങ്കിൽ PhD പഠിച്ചവരായിരിക്കും സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. സൈക്കാട്രിസ്റ്റായിട്ട് ഉള്ള ഒരാൾ MBBS കഴിഞ്ഞ് MD എടുത്ത ഒരാളാണ് സൈക്കാട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇവരുടെ പഠന തലങ്ങളിൽ ഒന്നാമത്തെ വ്യത്യാസം. പിന്നെ രണ്ടാമത്തെ വ്യത്യാസം, ഇവർ ഡീൽ ചെയ്യുന്ന മേഖലകളാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് എപ്പോൾ ഡീൽ ചെയ്യുന്നത് ലഘു മാനസിക അസ്വസ്ഥതകളെയാണ്. ഉദാഹരണത്തിന് ഉത്കണ്ഠ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുള്ള പ്രശ്നങ്ങൾ, പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള താല്പര്യക്കുറവുള്ള കൈകാര്യം ചെയ്യുന്ന രീതികൾ, പിന്നെ അങ്ങനെ ലഘു പ്രശ്നങ്ങൾ. അതാണ് കൂടുതൽ സൈക്കോളജിസ്റ്റ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ സൈക്കാട്രിസ്റ്റ് അങ്ങനെയല്ല. കൂടുതൽ ഗൗരവതരമായ മാനസിക രോഗങ്ങളെയാണ് സൈക്കാട്രിസ്റ്റ് കൈകാര്യം ചെയ്യുക. ഉദാഹരണത്തിന് സ്കിസോഫ്രേനിയ പോലെയുള്ള അസുഖങ്ങൾ, ഡീപ്പ് ഡിപ്രഷൻ, ഇതുപോലെയുള്ള കാര്യങ്ങൾ സൈക്കാട്രിസ്റ്റാണ് കൈകാര്യം ചെയ്യുക. അപ്പോൾ കൂടുതൽ ഗൗരവതരമായ മാനസിക രോഗങ്ങളാണ് ഉള്ളതെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റാണ് കാണേണ്ടത്. മറിച്ച് ലഘുവായ മാനസികമായ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു ചില കാര്യം ഒരാളൊന്ന് മനസ്സിലാക്കണം, ചില കാര്യങ്ങൾ ഒരാൾ പറയാനുണ്ട്, എൻ്റെ മനസ്സൊന്ന് തുറക്കണം, അല്ലെങ്കിൽ ഇനി ചില കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് മെച്ചപ്പെടുത്തണം, ജീവിതം അല്പം കൂടെ മുന്നോട്ട് പോകാൻ സഹായിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സൈക്കോളജിസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതാണ് രണ്ടാമതൊരു വ്യത്യാസം. പിന്നെ മൂന്നാമത്, ഇവർ ചെയ്യുന്ന മെത്തേഡ്സ് വ്യത്യാസമാണ്. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ
കൂടുതൽ തെറാപ്പികൾ അതോടൊപ്പം തന്നെ ചില ശാസ്ത്രീയ മാർഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ ബിഹേവിയർ തെറാപ്പി, അങ്ങനെ പലതര തെറാപ്പികൾ ഉപയോഗിച്ചാണ് ഈ സൈക്കോളജിസ്റ്റുകൾ ആൾക്കാരെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ സൈക്കാട്രിസ്റ്റ് മരുന്നുകളാണ്. അവർക്ക് ഇപ്പം അത് അവരുടെ ശരീരത്തെ ബാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ മരുന്ന് വഴിയായിട്ട്, ഉദാഹരണത്തിന് നമ്മുടെ തലച്ചോറിൽ ഡോപ്പാമിൻ, സെറാട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അളവൊക്കെ കുറയും. അപ്പോൾ ഡിപ്രഷനൊക്കെ വരാം. അപ്പോൾ അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനുള്ള മരുന്നുകൾ പ്രദാനം ചെയ്യും. ആങ്സൈറ്റി ഉള്ള ടെൻഷനുള്ള മരുന്നുകൾ കൊടുക്കും. അങ്ങനെ മരുന്നാണ് കൂടുതൽ സൈക്കാട്രിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുക. സൈക്കോളജിസ്റ്റ് ഒരിക്കലും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മുടെ അടുത്ത് വരുന്ന ഒരാൾ, ഒരു വ്യക്തി, അയാൾക്ക് സൈക്കാട്രിസ്റ്റിനെയാണോ സജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ തന്നെ മതി എന്ന് നിശ്ചയിക്കാൻ അതെങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അത് രണ്ടുമൂന്ന് കാരണങ്ങൾ നോക്കണം. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഈ മാനസിക അസ്വസ്ഥതകൾ ശരീരത്തെ ബാധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. ഉദാഹരണത്തിന് ഉറക്കക്കുറവുണ്ട്, ഉറങ്ങാനേ പറ്റുന്നില്ല, അങ്ങനെയെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മെഡിക്കേഷൻ അത്യാവശ്യമായിരുന്നു. അപ്പോൾ അത് മാനസിക വ്യാപാരങ്ങൾ, മാനസിക അസ്വസ്ഥതകൾ ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൈക്കാട്രിസ്റ്റ് റെഫർ ചെയ്യണം. ഇനി ചില കാര്യങ്ങൾ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തിയാൽ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം മതി. അപ്പോൾ അത് നമ്മൾ എന്തേലും ബാധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയാണ് ഇത് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഗൗരവതരമായി ബാധിച്ചു, ജീവിതത്തെ ശരീരത്തെ ബാധിച്ചു, ഒന്നും ദൈനംദിന കാര്യങ്ങൾ ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം വേണം. മറിച്ച് നമുക്കതിനെ അതിജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അല്പം ഒന്ന് മെച്ചപ്പെടുത്തിയാൽ മതി, അല്പം ഒന്ന് ക്രമീകരിച്ചാൽ ശരിയാക്കാവുന്ന കാര്യങ്ങളുള്ളെങ്കിൽ സൈക്കോളജിസ്റ്റിയാണ് കാണേണ്ടത്. തീർച്ചയായും. അപ്പൊ അച്ഛൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇത്ര 13 വർഷത്തോളമായി. അപ്പോൾ അച്ഛൻ എങ്ങനെയാണ് ഈ ആളുകൾ നമ്മളോടുള്ള സമീപനം, ഒരു അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സംശയ ദൃഷ്ടിയോടുകൂടെ ഞാനൊരു മാനസിക രോഗിയാണ് എന്നുള്ള ചിന്തയോടുകൂടിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ വരിക. ഇല്ലെങ്കിൽ ഈ സൈക്കോളജിയോട് അല്ലെങ്കിൽ കൗൺസിലിങ്ങിനോട് പൊതുവെയുള്ള ആളുകളുടെ മനോഭാവം എന്താണെന്ന് പറയാൻ പറ്റും? ഞാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഒരു 5 വർഷം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 5-8 വർഷം മുമ്പൊക്കെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു വലിയ കൺസേണോ താല്പര്യമോ ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് ഇതൊരു കുറവായിട്ടും, അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഇതൊരു അറിയിക്കാതെ നടത്തുന്ന ഒരു കാര്യമായിട്ടും, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ അറിയണ്ട എന്ന് വിചാരിക്കുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഈ മനോഭാവം മാറി വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു സൈക്കോളജി സഹായം തേടുക എന്നുള്ളത് ഒരു സാധാരണ നോർമൽ അത്യാവശ്യമുള്ള കാര്യമാണ് എന്ന് ഭൂരിപക്ഷം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം ഒരു പഴയ തലമുറയൊക്കെ ചിലപ്പോൾ അല്പം വിമുഖമായിട്ട് നിന്നേക്കാം. പക്ഷേ പുതിയ തലമുറയിലുള്ള ആൾക്കാർ അവർ ഇങ്ങനെ സഹായം തേടാനും മുന്നോട്ട് വരാനൊക്കെ വളരെയേറെ വില്ലിങ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ടാബു മെല്ലെ മാറി വരുന്നതായിട്ടാണ് ഞാൻ പൊതുവെ ഇപ്പോൾ കാണുന്നത്. പക്ഷെ എന്നാലും ഈ അച്ഛൻ പറഞ്ഞ പോലെ മുതിർന്ന ആളുകൾക്ക് ഇതിനോടുള്ള മനസ്ഥിതിയിൽ മാറ്റം അധികമായിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് അങ്ങനെയുള്ള ആളുകൾ വരാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരെയൊക്കെ സജസ്റ്റ് ചെയ്ത് വിടാറുണ്ടോ? എങ്ങനെയാണ് അത്? ഈ പ്രായത്തിലുള്ള വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ പുതിയ ആളുകൾ വന്നിരിക്കാം. പക്ഷെ പണ്ടത്തെ ആളുകൾക്ക് ഇതിനോടുള്ള ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഇതിനോടുള്ള മനസ്ഥിതി എപ്രകാരമാണ് ഇപ്പോൾ? ആ മനസ്ഥിതിയിൽ വലിയ മാറ്റം ഞാൻ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അവർ ഇതിന് ഒരു നിർവാഹവും ഇല്ലെങ്കിൽ മാത്രമോ അവർക്ക് ജീവിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിൽ മാത്രമേ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അവർ പോവുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് രീതികളെല്ലാം ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് പറ്റുന്നില്ലെങ്കിലാണ് അവർ വരിക. അല്ലാതെ സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ള അവരുടെ പ്രയോറിറ്റി ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10-40 വയസ്സ് മുകളിലുള്ള ആൾക്കാർ സാധാരണ സൈക്കോളജിസ്റ്റിനെ കാണുക അത്ര ഓപ്പൺ മൈൻഡോടെ അല്ല. ഒരു നിവൃത്തി ഇല്ലാത്തതിൻ്റെ പേരിൽ സൈക്കോളജിസ്റ്റിനെ കാണുന്നവരാണ് ഭൂരിപക്ഷം പേരും. അതോടൊപ്പം തന്നെ അവരും മറ്റുള്ളവർ അറിയണ്ട എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് പ്രൈവസിയൊക്കെ ഇവർക്ക് വേണമെന്നും നിർബന്ധം അവർ പറയാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളോട് അച്ഛൻ എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത്? കാരണം നമുക്കറിയാം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ടീനേജേഴ്സ് അല്ലെങ്കിൽ യൂത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു മിഡിൽ ഏജിലുള്ള ആളുകൾ ഒത്തിരിയേറെ ഇതിനോട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിനോടൊരു പോസിറ്റീവ് മെന്റാലിറ്റി പുലർത്തുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ മുതിർന്ന ആളുകളുടെ പ്രഷർ കാരണം ഈ പറയുന്ന ചിലപ്പോൾ വിവാഹിതരായിട്ടുള്ള ആളുകളാകാം, ഇല്ലെങ്കിൽ അങ്ങനെ ചെറുപ്പക്കാരായിട്ടുള്ള വീട്ടിൽ തന്നെ അവരുടെ മക്കളാകാം, അവരെയൊക്കെ ഇങ്ങനെ ഇതിലേക്കൊക്കെ പറഞ്ഞു വിടാൻ ചിലപ്പോൾ അവർ മടി. നീ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന് ചിത്തപ്പേരാണ്, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ചിത്ത. അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് അച്ഛൻ എന്ത് അഭിപ്രായമാണ് പറയാനുള്ളത്?
ബേസിക്കായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമുക്ക് മുട്ടുവേദന വന്നു, നമ്മൾ ഡോക്ടറെ കാണുന്നു. അല്ലെങ്കിൽ നമുക്ക് കണ്ണുവേദന വന്നു, അതായത് കണ്ണിൻ്റെ ഡോക്ടറെ കാണുന്നു. ഇതുപോലെ തന്നെ ഒരു വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ള കാര്യം. കാരണം നമുക്ക് ജീവിതത്തിൽ നമുക്കൊന്ന് മനസ്സ് തുറന്ന് പറയാനും മനസ്സിലാക്കാനുമുള്ള ഒരാൾ, ഒരു പ്രൊഫഷണലായിട്ട് ഒരാൾ, മനസ്സിനെ പഠിച്ച ഒരാൾ, അല്ലെങ്കിൽ മനസ്സിൻ്റെ രീതികളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മുടെ മനസ്സ് തുറന്നു വരുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ ഒരുപാട് ആശ്വാസവും ശാസ്ത്രീയമായ ഗൈഡൻസ് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സഹായിക്കുന്ന അധ്യാപകരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ചില ആൾക്കാരുടെ മെൻറ്റർമാരൊക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സൈക്കോളജിസ്റ്റ് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം അതാണ് ഒരാളെ വളർത്താൻ സഹായിക്കുന്നത്. ശരിക്കും ഈ സൈക്കോളജിസ്റ്റ് എന്താണ് ചെയ്യുന്നത്, ഇപ്പം ചില കാര്യങ്ങൾക്ക് നമുക്കൊരു ചിത്രം കിട്ടില്ല. ഉദാഹരണത്തിന് ഞാനൊക്കെ ഉദാഹരണം പറയാറുള്ളത്, കുട്ടികൾ പസിൽസ് കളിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഷേപ്പുകളാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിനൊരു ഷേപ്പില്ല, ഇതെന്താ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഒരു ആകൃതി ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് വന്ന് നമുക്ക് ഇതിവിടെ വെച്ചാൽ എങ്ങനെയുണ്ട്, ഇതിവിടെ വെച്ച് നീ നോക്കിക്കേ, ഇതൊക്കെ ചെയ്ത് നോക്കിക്കേ. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു ചിത്രം രൂപപ്പെടുകയാണ്. അപ്പോൾ ഓക്കെ, വെരി ഗുഡ്, അപ്പോൾ നന്നായിട്ട് പോകുന്നുള്ള വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഈ ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരാളാണ് സൈക്കോളജിസ്റ്റ്. ഇപ്പം എല്ലാ പ്രൊഫഷണൽസും ഈ സൈക്കോളജി സഹായം തേടാറുണ്ട്. ഉദാഹരണത്തിന് വിരാട് കോഹ്ലി, അദ്ദേഹത്തിന് കുറച്ച് നാൾ ഈ ക്രിക്കറ്റിൽ ഇങ്ങനെ ശോഭിക്കാൻ പറ്റാത്ത സമയപ്പോൾ സൈക്കോളജി സഹായത്തോടു കൂടിയാണ് പിന്നീട് കൂടുതൽ അത് ആ രംഗത്ത് ശോഭിക്കാൻ സാധിച്ചത്. ഇങ്ങനെ അനേകം ആൾക്കാർ ഈ സൈക്കോളജിയുടെ സഹായം വേണമെന്നും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊരു കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം മാത്രമല്ല, നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പണ്ട് ആളുകൾക്ക് അധികം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നില്ല. കാരണം നമുക്കറിയാം, ഒത്തിരി ആളുകൾ കുടുംബത്തിലുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു, ഒരു സോഷ്യലൈസേഷൻ കുറച്ചധികമുള്ള ഒരു കാലഘട്ടമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്നത് കുറഞ്ഞു വരുന്നതിന്റെ കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ ജോലി രീതികൾ അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളൊക്കെ മാറിയത് കൊണ്ടാണോ ഇതിന് കൂടുതൽ ആളുകൾ ഈ സൈക്കോളജിസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം എന്ന് അച്ഛൻ ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്ട്രെസ് എന്ന് പറയുന്നത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ കപ്പാസിറ്റി പഴയതുപോലെയാണ്, സ്ട്രെസ് കൂടിക്കൂടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സൈക്കോളജിയുടെ സഹായം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പണ്ട് കാലത്ത് നമുക്ക് വല്യപ്പൻ വല്യമ്മ അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ അണുകുടുംബങ്ങളാണ്. ഇപ്പോൾ പിന്നെ പലർക്കും പല കാര്യങ്ങളും തുറന്നു പറയാനും മടിയാണ്. പിന്നെ ശരിക്കും മനസ്സിലാക്കിയില്ല, അല്ലെ ജഡ്ജ് ചെയ്യുന്നുള്ള പേടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രൊഫഷണൽ സഹായം തേടുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല കാര്യങ്ങളും ഞാനും കണ്ടിട്ടുണ്ട്, ഒരു പ്രൊഫഷണൽസിന് സഹായം തേടിയെങ്കിൽ വളരെ ഈസിയായി പരിഹരിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ പോകണ്ടെന്ന് വെക്കുമ്പോൾ കൂടുതൽ വിഷമകരവും അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ മാറിപ്പോകാൻ ഇതിന് കാരണമാകാറുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ പറയുന്നത്, ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് വളരെ നോർമലായിട്ടും ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ടും എടുത്തു വരണം. ഇപ്പം ഞാൻ അമേരിക്കയിലൊക്കെ എല്ലാവർക്കും വളരെ നോർമലാണ് ഈ കാര്യം. ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് വെരി ഗുഡ് എന്നാണ് അവർ പറയുക. ഇവിടെ ഇപ്പം സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റ് കണ്ടോ, ഇത് പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഭ്രാന്തുണ്ടോ എന്നൊക്കെയാണ്. അപ്പോൾ ഇത് അങ്ങനെയല്ല. നമുക്കൊരു ജീവിതത്തെ എനിക്ക് സന്തോഷകരമായി ജീവിക്കാൻ സഹായിക്കുന്ന ഒരാളാണ് സൈക്കോളജി. നല്ല ഫ്രണ്ട് എന്നുള്ള രീതിയിൽ കണ്ടാൽ മാത്രം, നല്ല ഫ്രണ്ട്, അതായത് നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരാൾ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരാൾ. അതുകൊണ്ട് മനസ്സിന്റെ സുഹൃത്തായിട്ട് വേണം ഈ സൈക്കോളജിസ്റ്റുകളെ, സൈക്കാട്രിസ്റ്റിനെ അങ്ങനെ തന്നെ കാണണം. പിന്നെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയാണ്, നമുക്കറിയാം ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന സമയം തൊട്ട് അവർ ഹോസ്പിറ്റലിൽ പോകും, ഓരോ മാസവും ചെക്കപ്പ്, കൊച്ചുണ്ടായി കഴിഞ്ഞ് വാക്സിൻ എടുക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ എല്ലാ സ്റ്റേജിലും, ഇപ്പൊ മുതിർന്നു കഴിഞ്ഞാലും പല തരത്തിലുള്ള ആവശ്യങ്ങൾ ഹോസ്പിറ്റലിൽ വരും. പക്ഷേ നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം തൊട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പരിശീലനങ്ങളോ പ്രൊഫഷണൽ ആയിട്ട് ഒരിടത്തും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അകപ്പാടെ നമുക്ക് കിട്ടുന്ന വീട്ടിൽ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഒക്കെ പറഞ്ഞു വരുന്ന ഒരു മെന്റൽ ട്രെയിനിങ്ങോ, ചില കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അങ്ങനെയുള്ള പൊതുവായ മര്യാദകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ വീടുകളിലൊക്കെ ചിലപ്പോൾ അത് കിട്ടാത്ത കുട്ടികളും ഉണ്ടാകാം. അപ്പം അച്ഛൻ ഇതിനോട് എന്ത് അഭിപ്രായമാണുള്ളത്? കാരണം നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്രയും സങ്കീർണമായ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചെറുപ്പം തൊട്ടേ ഈ ഒരു കുഞ്ഞ് ഉരുവാകുന്ന കാലം തൊട്ട് തന്നെ ഈ ഒരു സൈക്കോളജിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ മെത്തേഡും കൂടെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ഈ
വളർച്ചാ ഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ 10 വയസ്സ്, പിന്നെ 10 തൊട്ട് 20, 20 തൊട്ട് 30 വയസ്സ് വരെ. അപ്പോൾ ഇതിന് ഈ ഓരോ വളർച്ചാ ഘട്ടത്തിലും പ്രത്യേകതകളുണ്ട്. അപ്പോൾ ശരിക്കും ഈ വളർച്ചാ ഘട്ട പ്രത്യേകതകളെ ഞാൻ മനസ്സിലാക്കിയാലേ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല നമ്മൾ പല കാര്യങ്ങളും ഇതിനെ ശരിയായ രീതിയിൽ എടുക്കില്ല. ഉദാഹരണത്തിന് കൗമാരകാലത്ത് എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്ക് അവബോധമുണ്ടെങ്കിൽ വളരെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം നമ്മളിങ്ങനത്തെ ക്ലാസ്സുകൾ കൊടുക്കണമെന്നും തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു കുട്ടികൾ ഇപ്പോൾ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു ട്രെയിനിങ്, അവരുടെ പ്രത്യേകതകൾ, അവരുടെ രീതികൾ, ശൈലികൾ മനസ്സിലാക്കുന്ന ഒരു ട്രെയിനിങ്. പിന്നെ 10 തൊട്ട് 20 കൗമാരക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൗമാരക്കാർക്ക് ഈ മാനസിക ആരോഗ്യം, കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദശകളിൽ ഏറ്റവും സംഘർഷപൂരിതമായ ഘട്ടമാണ് കൗമാരഘട്ടം. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും കുട്ടികൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് അവബോധമുണ്ടായാൽ മാനേജ് ചെയ്യാനും ഇതിനെ അതിജീവിക്കാനും വളരെ പെട്ടെന്ന് നടക്കും. ഇല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങളിലും ബുദ്ധിമുട്ടുകൾ പെട്ടുപോകുന്നതിൻ്റെ കാരണം ഇവർക്ക് മാനേജ് ചെയ്യാനുള്ള അറിവില്ലാത്തതും അതിനെ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടുമാണ്. അതുകൊണ്ട് വളരെ നല്ല ഒരു കാര്യമാണ് ഇങ്ങനെ ഏജ് ബേസിലുള്ള സൈക്കോളജിക്കൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള കാര്യം. അത് മാത്രമല്ല, നമുക്കറിയാം പല കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ കാഴ്ച, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഒക്കെ കൊച്ചിന് മുന്നിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ കാഴ്ചയെടുത്തൊക്കെ ചെക്ക് ചെയ്യാറുണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഒക്കെ. അതുപോലെ സംസാരിപ്പിക്കാനായിട്ട്, അല്ലെ, 1 വയസ്സായിട്ട് കൊച്ചു സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് കൊച്ചിന് ആദ്യമാണ്, പാരന്റ്സ് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ അതേസമയം തന്നെ ആ കൊച്ചിന് മെന്റലി എത്രമാത്രം എക്യുപ്ഡ് ആണ്, എത്രമാത്രം ആ കൊച്ചു വളർന്നിട്ടുണ്ട് എന്നുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ നമുക്കുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു വ്യക്തിയെ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നുള്ളത് പറയാൻ പറ്റും. ശാസ്ത്രീയമായ അനേകം പരീക്ഷകളുണ്ട്. ഉദാഹരണത്തിന് IQ ടെസ്റ്റ് ഉണ്ട്, നമുക്കൊരു ബുദ്ധിശക്തി മനസ്സിലാക്കാനുള്ള കഴിവ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് സ്കെയിൽ, ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ ഇടപെടുന്നതിൻ്റെ രീതികൾ, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ, ഒരാൾ വ്യക്തിത്വം മനസ്സിലാക്കാൻ ടെസ്റ്റുകൾ. അപ്പോൾ ഇതെല്ലാം ശാസ്ത്രീയമായി നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ ധാരാളം ടെസ്റ്റുകളുണ്ട്. അത് കൃത്യമായ രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നല്ലതാണല്ലോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. കുഞ്ഞുങ്ങളിൽ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ചില സ്പെഷ്യൽ സ്ഥലങ്ങളിലൊക്കെ ഇത് ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഇപ്പൊ നടക്കുന്നു. വളരെ എനിക്ക് കോമൺ ഒന്നും അല്ല, വളരെ വിരളമായ ചില സെന്ററുകളിൽ മാത്രം ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് മാത്രമേ അറിവ് എനിക്കുള്ളൂ. പക്ഷേ കോമൺ ആയിട്ട് നമ്മുടെ ഒരിടത്തും ഇങ്ങനെയുള്ള കോമൺ ടെസ്റ്റുകൾ നടത്താറില്ല. കാരണം ഈ ഇതിൽ ട്രെയിൻഡ് പ്രൊഫഷണൽസ് വേണം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ പ്രൊഫഷണൽസിന്റെ കുറവുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ബൾക്കായിട്ട് നടത്തുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇത് നോക്കി ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത്, അപ്പോൾ ഇപ്പം നമുക്ക് ഇപ്പം ചെയ്യുന്നത് ഒരു പ്രശ്നമുള്ള ഒരാൾക്ക് ഈ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും ചെയ്ത് നോക്കുന്നതാണ് വളരെ നല്ല കാര്യം. ഞാനൊരു അഭിപ്രായം ചോദിക്കാം. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ നമുക്കറിയാം കൗൺസിലിംഗ് നടത്തുന്ന അല്ലെങ്കിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്തു? ഇപ്പൊ 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് മലമറിക്കുന്ന രീതിയിൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ഭയങ്കര എഡ്യൂക്കേഷണൽ വളരെയധികം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള ടെസ്റ്റുകൾ എന്തുകൊണ്ട് നമ്മുടെ സ്കൂൾ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ നടത്തുന്ന ആളുകൾ, അതിന്റെ അധികാരികൾ എന്തുകൊണ്ട് ഇത് ഉൾപ്പെടുത്താനായിട്ട് സ്വന്തം നിലയ്ക്കെങ്കിലും, സർക്കാർ ഇത് ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ പ്രൈവറ്റ് നടത്തുന്ന സ്കൂളുകളോ മറ്റാളുകളോ അവിടുത്തെ അധ്യാപകരോ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്തണം. കാരണം അങ്ങനെ ചെയ്തു വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വളർച്ച കുട്ടികൾക്കുണ്ടാവുന്നത്. കാരണം മാനസികമായ ആരോഗ്യമില്ലെങ്കിൽ എന്ത് പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾ തന്നെ ഈയിടെ വായിച്ചില്ലേ, 3-4 മാസം മുമ്പ് അമേരിക്കയിൽ വലിയ IIT പഠിച്ച് വലിയ ഉദ്യോഗസ്ഥരാണ്, ലക്ഷക്കണക്കിന് $, ശമ്പളം വാങ്ങുന്നുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഭാര്യയും കുഞ്ഞുങ്ങളെയും വെടിവെച്ചു വന്ന് ഇദ്ദേഹവും വെടിവെച്ച് മരിക്കുവാണ്. അപ്പോൾ എന്താണ് അത്? നല്ല ബൗദ്ധികമായ അറിവും കാര്യങ്ങളും ഉണ്ട്, പക്ഷേ ജീവിക്കാൻ പഠിക്കുന്നില്ല, മനസ്സിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്നില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കുക. അല്ലാതെ ഇത് മാത്രം പഠിച്ചു പോകുന്നത്, ബൗദ്ധികശക്തി മാത്രം വളർത്തിക്കൊണ്ട് വരുമ്പോൾ ജീവിക്കാൻ കുട്ടികൾ മറന്നുപോകും. അപ്പോൾ ജീവിക്കാനുള്ള പരിശീലനം, ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത്, മനസ്സിൻ്റെ ബലം, ഇത് കുട്ടികൾക്ക് പ്രദാനം കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇത്. ടെസ്റ്റുകൾ കൂടെ മനസ്സിലാക്കുക, സഹായിക്കുക, ഗൈഡൻസ് വേണ്ടവർക്ക് അത് കൊടുക്കുക. പക്ഷെ ഇത് നമുക്ക് ഇന്ന് സ്കൂളുകൾ ഇത് ചെയ്യാതെ, ഒന്ന് കുട്ടികളുടെ ബാഹുല്യമുണ്ട്, പിന്നെ പ്രൊഫഷണൽസ് വളരെ കുറവാണ്, അതിൻ്റെ ഒരു കുറവുകൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഭാവിയിലേക്ക് കുറേ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ അച്ഛൻ നമുക്ക് ഈ പലതരത്തിലുള്ള ഫോബിയാസ്, പേടികളുണ്ട് അല്ലേ? നമുക്ക് കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് അതൊരു ചെറുപ്പത്തിലുള്ള പേടികളാണ്. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും
പല്ലിയെ പേടി, പാറ്റയെ പേടി, ഇല്ലെങ്കിൽ ഉയരം പേടി, അങ്ങനെ പലതരത്തിലുള്ള ഫോബിയാസ് വരാറുണ്ട്. ഈ ഫോബിയാസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമോ? അതിന് നമ്മളെ ചിലർ സ്വന്തം നിലയ്ക്ക്, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് വെള്ളത്തിൽ ഒഴുകിയ ഒരാളാണ്. പിന്നീട് കുറച്ച് നാളത്തേക്ക് വെള്ളമൊക്കെ കാണുമ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ സ്വന്തം നിലയ്ക്ക് ആ ഒഴുകിപ്പോയ പുഴയെ തന്നെ നീന്തി രക്ഷപ്പെട്ട് അല്ലെങ്കിൽ നീന്തൽ പഠിക്കുക ചെയ്ത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വെള്ളമൊന്നും കാണും. അപ്പൊ അത് ഈ ഫോബിയാസ് പലതരത്തിലുള്ള ആളുകൾ പലതരത്തിൽ വരാറുണ്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മറച്ചു വെച്ച് പോകാറുണ്ട്, നാണക്കേടായിട്ട് വിചാരിക്കാറുണ്ട്. അതിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫോബിയാസിനെയും നേരിടുന്നത് അതിനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ്. ഇപ്പം നീന്തലിനുള്ള പേടി അല്ലെങ്കിൽ വെള്ളത്തെ പേടി അച്ഛൻ നീന്തൽ ചെയ്താണ് അതിനെ തോപ്പിച്ചത്. ഇതുപോലെയാണ് എല്ലാ പേടികളെയും. അപ്പം അതിന് ഒരു ശാസ്ത്രീയമായ ഒരാളുടെ സഹായം തേടുന്നതാണ് സൈക്കോളജി സഹായം തേടുക. അപ്പോൾ പല്ലിയെ പേടി, പാറ്റയെ പേടി, ഇരുട്ടിനെ പേടി ഇങ്ങനെ വരും. അപ്പോൾ ഇതിനെ നമ്മൾ മെല്ലെ ഇതിനെ ഒരാൾ റിലാക്സ് ചെയ്ത് ഇതിനെ അഭിമുഖീകരിച്ച് വേണം പേടി തോപ്പിക്കാൻ. ഓരോ തവണ ഞാൻ പേടിച്ച് മാറി മാറി നിൽക്കുമ്പോൾ പേടി കൂടി വരും. മറിച്ച് ഓരോ തവണ മെല്ലെ അതിനെ ചെയ്ത് വരുമ്പോൾ ഞാൻ തോപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്രാജ്വൽ എക്സ്പോഷർ എന്നാ പറയുക. അപ്പോൾ അതിന് മെല്ലെ അഭിമുഖീകരിച്ചാണ് എല്ലാ പേടികളെയും തോപ്പിക്കുക. അപ്പോൾ അതിന് ബുദ്ധിമുട്ടുള്ളവരോ അല്ലെ ടെൻഷനുള്ളവരൊക്കെ ഒരു സൈക്കോളജിയിൽ സഹായം തേടിയാൽ റിലാക്സ് ചെയ്ത് ഇതെല്ലാം ചെയ്യിപ്പിച്ച് സഹായിക്കും. അതുകൊണ്ട് എല്ലാ പേടികളും മാറ്റിയെടുക്കാവുന്നതാണ്. അല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റാത്ത പേടികളൊന്നുമില്ല. പിന്നെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് മെന്റൽ ട്രൗമ, അല്ലേ? അത് വളരെയധികം കേൾക്കുന്ന ഒരു സാധനമാണ് മെന്റൽ ട്രൗമ. പല ജീവിത സിറ്റുവേഷൻ, ചിലപ്പോൾ പെട്ടെന്ന് ഒരു അപകടം സംഭവിച്ചതാകാം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മരണമാകാം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം ഒരാളെ മെന്റൽ ട്രോമയിലേക്ക് കൊണ്ടുവരും. പണ്ടൊന്നും ഞാൻ ചെറുപ്പത്തിലൊന്നും ഇങ്ങനത്തെ കുറിച്ച് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒത്തിരി കേൾക്കുന്ന ഒരു വാക്കാണ്. അപ്പൊ അത് എന്താണ് ഈ മെന്റൽ ട്രോമ എന്നുള്ളതെന്ന് പറയാമോ? അതിന് ഈ മെന്റൽ ട്രോമയെ ഈ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും? അതായത് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് മെന്റൽ ട്രോമ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ പെട്ടെന്ന് മരണപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം വളരെ പെട്ടെന്നായിട്ട് വന്നു. ഇങ്ങനെ വരുമ്പോഴാണ് മെൻ്റൽ ട്രോമ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ സാധാരണഗതിയിൽ പോകുന്ന ഒരു മനസ്സിന് സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആഘാതം ഉണ്ടാകുന്നു. അതാണ് ഈ മെൻ്റൽ ട്രോമ എന്ന് പറയുന്ന കാരണം. അപ്പോൾ ഈ ആഘാതത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരാളുടെ സഹായം വേണ്ടി വരും. കാരണം തനിച്ച് ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സൈക്കോളജിൻ്റെ സഹായമൊക്കെ ഇവിടെ അത്യാവശ്യമായിട്ട് വരിക. പിന്നെ ഈ മെൻ്റൽ ട്രോമയിൽ നിന്ന് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ധാരാളം നമുക്ക് രീതികളുണ്ട്, ശൈലികളുണ്ട്, അല്ലെങ്കിൽ തെറാപ്പികളുണ്ട്. അപ്പോൾ അതുവഴിയായിട്ട് അതിനെ അതിജീവിക്കാൻ പറ്റും. പിന്നെ മുന്നോട്ട് പോകുമ്പോഴും ഇത് ഒരു ട്രോമ ഉണ്ടായി എന്ന് വിചാരിച്ച് ജീവിതകാലം മുഴുവൻ അതിനെ ബാധിക്കാതിരിക്കാനും ഇത് ഈ തെറാപ്പികൾ സഹായിക്കും. അതുകൊണ്ട് അതിനെ അതിജീവിക്കാൻ തീർച്ചയായിട്ടും പറ്റും. പിന്നെ ഈ കാലഘട്ടത്തിൽ പെട്ടെന്നുള്ള ആക്സിഡൻറ്റ് പറഞ്ഞു. പിന്നെ ചില ആൾക്കാർക്ക് ചെറുപ്പകാലത്തിലെ ചില സംഭവങ്ങൾ ട്രോമയായിട്ട് മാറാറുണ്ട്. ചില അബ്യൂസുകൾ ഉണ്ടായത്, ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി ഒക്കെ അബ്യൂസ് ഉണ്ടായ ആൾക്കാർ ചിലപ്പോൾ ട്രോമ ഉള്ളിൽ വെക്കുന്നുണ്ടാവാം. അപ്പോൾ അതും നമ്മൾ ഈ സൈക്കോളജിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ തെറാപ്പികൾ വഴിയായിട്ട് അവർ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ അതും അവർക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ബാധിക്കും അവരെ. അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെയുള്ള കൗൺസിലിങ്ങിലൂടെ ഒക്കെ മാത്രമേ അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കൂ. പിന്നെ വെച്ചാൽ നമ്മൾ ഈ സ്വഭാവ പ്രത്യേകത, അച്ഛന്റെ സ്വഭാവമല്ല എനിക്കുള്ളത്, ഓരോരുത്തർക്കും വ്യത്യസ്തമായ സ്വഭാവമാണ്. ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ എത്ര നല്ല ശാന്തനായ വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ചില വളരെ അധികം സംസാരിക്കുമ്പോൾ എത്ര നല്ല മനുഷ്യനെ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു വ്യക്തി. അപ്പം ഇതേ ശാന്തനായ വ്യക്തിയെ കുറിച്ച് വേറൊരാൾ പറയുന്നത് അങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കത്തേ ഉള്ളൂ, ഒന്നും മിണ്ടത്തില്ല എന്നൊക്കെ പറയും. ഇതേപോലെ തന്നെ എന്റർടൈൻ ചെയ്യുന്ന ഒരാളെ കുറിച്ച് അങ്ങനെ ഇച്ചിരി ഓവറാണ്, അല്ലെ? എല്ലാവർക്കും ചുമ്മാ ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. ഓരോ സ്വഭാവത്തെ കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ആളുകൾക്കുള്ളത്. അപ്പൊ എൻ്റെ ഒരു സ്വഭാവം അത് എന്തെങ്കിലും ആകട്ടെ, ഇത് ഈ പറഞ്ഞത് എല്ലാവരോടും ഇടപഴകുന്ന ഒരു സ്വഭാവമാകാം, ചിലപ്പോൾ ശാന്തനായിരിക്കുന്ന സ്വഭാവം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ എങ്ങനെയാണ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുക? എങ്ങനെയാണ് നമ്മൾ അവരെ കണക്കാക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്? നമ്മൾ ഈ പോപ്പുലറായിട്ട് പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം പെർസെപ്ഷൻസ് ഉണ്ട്. എല്ലാവരും കാണുന്ന വിധവും മനസ്സിലാക്കുന്ന വിധവും. അതുകൊണ്ടാണ് ഈ അഭിപ്രായങ്ങൾ പറയുന്നത്. ഒരാളെ കാണുമ്പോൾ തന്നെ പല അഭിപ്രായങ്ങൾ പറയാൻ കാരണം, ഒരാൾ ഞാൻ കാണുമ്പോൾ എല്ലാവരും ഇടപെടുന്ന ആളാവാം, അപ്പോൾ ഞാൻ കാണുമ്പോൾ അത്ര ഇടപെടേണ്ട കാണുന്നതിന് വേറെ ആൾ കാണുന്നു. അപ്പോൾ എൻ്റെ ബ്രെയിനിൽ ഞാൻ രൂപപ്പെടുത്തിയ ഒരു ഫോം അല്ലെങ്കിൽ ഒരു പെർസെപ്ഷൻ ഉണ്ട്. ഇത് വെച്ചാണ് ഞാൻ അളക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ വിവിധ രീതിയിൽ കാണാനുള്ള കാരണം. ഇപ്പം ഞാൻ കാണുന്ന പോലെയല്ല ചിലപ്പോൾ അച്ഛൻ കാണുക. ഇപ്പം നമ്മൾ ഒരേ കാര്യം തന്നെ കാണുന്നുണ്ടെങ്കിലും എൻ്റെ വേ ഓഫ് ലുക്കിംഗ് ഇൻ്റർപ്രിട്ടേഷൻ വ്യത്യാസമായിരിക്കും, അച്ഛൻ്റെ വേ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ലുക്കിംഗ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മൾ അത് ഒരു സബ്ജക്റ്റീവ് പെർസെപ്ഷനായിട്ട് എടുക്കണം. പക്ഷേ ഇനി ഇതിന് ഒബ്ജക്റ്റീവായിട്ടുള്ള ചില രീതികളുണ്ട്. ഉദാഹരണത്തിന് ബേസിക് ആയിട്ട് സൈക്കോളജി പറയുന്നത് ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്ന് പറയുക.
അപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അല്പം ഒതുങ്ങിയിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ഇരിക്കുന്ന ആൾ, അവർ സ്വന്തമായ കാര്യങ്ങൾ ചെയ്യുന്നു, വലിയ ബഹളങ്ങളോ പോകുന്നില്ലാത്ത ഒരാൾ. പിന്നെ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് ചൂട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്, എല്ലാവരുടെ ഇടപെടുകയും തോളൊക്കെ ആയിട്ട് ഹായ് ഹൂയൊക്കെ പറയുന്ന ഒരാൾ. അപ്പോൾ ഇതാണ് സൈക്കോളജിയിലുള്ള ഒരു വ്യത്യാസം പറയുന്നത്. ഇത് നല്ലതാണോ തെറ്റാണോ എന്ന് ചോദ്യമില്ല. ഇത് രണ്ടിനും ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഇത് രണ്ടും ഒരാളുടെ ഉള്ളിൽ കാണാം. ഒരാൾ 100% ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരാൾ 100% എക്സ്ട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ പ്രാമുഖ്യം ഏതിനാണെന്നുള്ള ചോദ്യമുള്ളൂ. അതുപോലെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് എന്നുള്ളതൊന്നുമില്ല. നമ്മളത് മനസ്സിലാക്കാം. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കുട്ടികളാണെന്ന് തോന്നുന്നു. കാരണം പാരന്റ്സ്, ഒരു കുട്ടി സ്കൂളുകളിൽ അങ്ങനെ വളരെ മിടുക്കനായിട്ട് അല്ലെങ്കിൽ ശാന്തനായിട്ടൊക്കെ ഇരിക്കുന്നു, അപ്പൊ വലിയ ബഹളത്തിലൊന്നും പോകുന്നില്ല, അത്യാവശ്യം പഠിച്ചൊക്കെ ഇങ്ങനെ പോവാണ്. പക്ഷെ അതേസമയം അയൽവക്കത്തെ വീട്ടിലെ കൊച്ച് അവൻ എല്ലാ പരിപാടിക്കും പോകുന്നു, സ്പോർട്സിൽ പങ്കെടുക്കുന്നു, സമ്മാനങ്ങൾ മേടിക്കുന്നു. ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പാരന്റ്സിനുള്ളിൽ നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഉള്ള ചോദ്യങ്ങളും കമ്പാരിസൺസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിനോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? 100% ഈ കുട്ടികളെ താരതമ്യം ചെയ്യരുതെന്നാണ് പറയാനുള്ളത്. കാരണം ഓരോ കുട്ടിക്കും പ്രത്യേകതയുണ്ട്. ഇപ്പം നമുക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ ഈ 3 കുട്ടികൾക്കും പ്രത്യേകതയുണ്ട്. മൂത്ത കുട്ടിയെപ്പോലെ ആയിരിക്കില്ല നടുവിലത്തെ കുട്ടി, നടുവിലത്തെ കുട്ടിയെപ്പോലെ അല്ല ഇടയിലത്തെ കുട്ടി, നമ്മുടെ കുട്ടികളെപ്പോലെ അല്ല അയൽവക്കത്തെ കുട്ടികൾ. കാരണം ഇവരുടെ പ്രത്യേകതകൾ മനസ്സിലാക്കണം. ഈ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ അവനെപ്പോലെ ആവണം ഇവനെപ്പോലെ ആവണം എന്ന് പറയുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ദേഷ്യമുണ്ടാകുന്ന കാര്യം. പ്രത്യേകിച്ച് കൗമാരക്കാർ അവരെപ്പോഴും പരാതി പറയുന്നത് അതാ, എന്നെപ്പോലെ ചേച്ചിയെ പോലെ പഠിച്ചാൽ എന്താ, അനിയത്തിയെ പോലെ നിനക്ക് ചെയ്താലല്ല കുഴപ്പമെന്ന് ചോദിക്കും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരും. അപ്പോൾ ഇവർക്ക് നമുക്ക് ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ അനുസരിച്ച് മനസ്സിലാക്കി സ്വീകരിക്കുന്നത് കുട്ടികളുടെ ഒരു സൈക്കോളജി നീഡ് തന്നെയാണ്. എനിക്ക് എൻ്റെ പ്രത്യേകത അനുസരിച്ച് എന്നെ സ്വീകരിക്കുന്നു എന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകതകൾ മനസ്സിലാക്കി താരതമ്യം ചെയ്യാതെ അവരെ ആ വ്യക്തിത്വത്തിൽ വളരാൻ സഹായിക്കുക എന്നുള്ളതാണ് പാരൻസ് ചെയ്യേണ്ടത്. പക്ഷേ പലപ്പോഴും നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നത്, താരതമ്യം ചെയ്ത് അസ്വസ്ഥരാക്കുകയാണ് ചെയ്യാറ്. അത് പാരൻസിന്റെ ഒരു പ്രശ്നമാണോ അതോ അവരുടെ അറിവില്ലായ്മയാണോ? കാരണം അവർക്ക് എളുപ്പം അതാണ്, കണ്ടോ നിന്റെ ചേട്ടൻ എത്ര നന്നായിട്ട് പഠിക്കുക, നീ എന്താ ഇങ്ങനെ. അത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു എളുപ്പത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്നതാണ്. ഇതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവരുടെ അറിവില്ലായ്മയാണോ ഇതിന് കാരണം, അതോ നമ്മൾ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഈ പറഞ്ഞതുപോലെ പാരന്റ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഈ കാര്യത്തെ കുറിച്ച് അറിവുണ്ടാണ്, അങ്ങനെയുള്ള ഒരു അറിവിന്റെ തലത്തിൽ നിന്നും അവർ ഈ കുട്ടികളെ മനസ്സിലാക്കി അവരുടെ സ്വഭാവ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അച്ഛന് പറയാനുള്ളത്. അതായത് അറിവിന്റെ തലമുണ്ട്. കാരണം കുറെ പേർക്ക് ഇതിങ്ങനെ ചെയ്യുന്നതിൽ ദോഷങ്ങളൊന്നും അറിയുന്നില്ല. അപ്പൊ അതങ്ങനെ ചെയ്തു പോവുകയാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്നു. പിന്നെ ഒരു പ്രശ്നമുള്ളത്, നമ്മുടെ പാരന്റിങ് ശൈലി ആവർത്തിക്കും. ഇപ്പം എൻ്റെ അപ്പനും അമ്മയും എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, താരതമ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും ഇത് ചെയ്യും. അതാണ് എൻ്റെ കുഴപ്പം. അപ്പോൾ പക്ഷേ ഇത് പുതിയ രീതിയിൽ ഇത് ബുദ്ധിമുട്ടാണെന്നും പുതിയ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നില്ല ആ രീതി അല്ല എന്നും നമ്മൾ ബോധപൂർവം ഒരു എഫേർട്ട് എടുത്താൽ ഇത് മാറി വരുള്ളൂ. അല്ലാതെ സ്വാഭാവികമായിട്ട് മാറില്ല. കാരണം നാച്ചുറലായിട്ട് നമ്മൾ ചെയ്തു പോകും. പക്ഷേ ഇതിങ്ങനെ മനസ്സിലാക്കി ഒരു എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പ്രധാനമായിട്ടുള്ളതാണ് കുടുംബം അല്ലെങ്കിൽ കപ്പിൾസ് എന്നൊക്കെ പറയുന്ന അവർ വളരെയധികം, എനിക്ക് തോന്നുന്നു അച്ഛൻ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ആ ഫീൽഡിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെയധികം ഡിവോഴ്സുകൾ ഉണ്ടാകുന്നു, ഇല്ലെങ്കിൽ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ ഫാമിലി പുതുതായിട്ട് രൂപം കൊള്ളുമ്പോൾ. അപ്പൊ അങ്ങനെയുള്ള അച്ഛൻ അനുഭവിച്ചാൽ അല്ലെങ്കിൽ നേരിട്ട അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കാം കപ്പിൾസിൽ? പ്രശ്നങ്ങൾ ഓരോ കപ്പിൾസിനും വ്യത്യാസമാണ്. അപ്പോൾ വിവിധ പ്രശ്നങ്ങളാണ്. അപ്പോൾ പൊതുവേ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ച രീതികളും ശൈലികളും ഒരു പുതിയ ഒരു വ്യക്തിയുമായിട്ട് ചേർന്ന് വരുമ്പോൾ ഈ പൊരുത്തപ്പെട്ടു പോവുക, മനസ്സിലാക്കി പോവുക, അല്പം വിട്ടുവീഴ്ച ചെയ്യുക, ഇത് വളരെ കുറഞ്ഞു ആയിട്ട് കാണുന്നു. ഒന്ന്. പിന്നെ 2, നമുക്ക് ജീവിത പങ്കാളിയെ ബഹുമാനിക്കാത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ചില പ്രത്യേകതകൾ കാണും. ആ പ്രത്യേകതകളെ ഞാൻ അംഗീകരിക്കണം, അല്ലാതെ എന്നെപ്പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കരുത്. ഉദാഹരണത്തിന് ഞാൻ നല്ല ഹായ് ഹൂയി പറഞ്ഞു പോകുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി അങ്ങനെയാണോ വിചാരിക്കും. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ജീവിത പങ്കാളി ചില പ്രത്യേകത അംഗീകരിക്കണം. ഇതിന് ഞങ്ങൾ സൈക്കോളജി പറയുന്നത് തന്നെ ആർട്ട് ഓഫ് ഗിവിങ് സ്പേസ് എന്നാണ്. ഒരാൾക്ക് അയാൾ ഇടം കൊടുക്കണം, അല്ലാതെ എന്നെപ്പോലെ ആക്കിയെടുക്കാൻ ശ്രമിക്കരുത്. അപ്പം മറ്റൊരാൾക്ക് വീർപ്പൊട്ടൽ അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ സ്പേസ് കൊടുക്കാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ
ഇൻലോസിൻ്റെ ഇടപെടലുകൾ, മാതാപിതാക്കന്മാർ അമിതമായ ഇടപെടലുകൾ ഇപ്പോൾ പുതിയ കാലത്ത് ഒരുപാടുണ്ട്. ഇപ്പോൾ ജീവിത പങ്കാളിയെ എന്ത് ചെയ്യുന്നെല്ലാം സ്വന്തം വീട്ടിൽ പറയുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് ഇവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് ശരിക്കും വിവരമാകാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മാതാപിതാക്കന്മാർ പറയുന്നതനുസരിച്ചൊക്കെ ചെയ്തു പോകേണ്ടതായിട്ട് വരുന്നു. പലപ്പോഴും ഇവർക്ക് ദേ കനോട്ട് ലീവ് ദെയർ ലൈഫ്, അവരുടെ ജീവിതം ശരിക്കും ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ അമിതമായ ഇടപെടൽ ചില കേസുകൾ കാണാറുണ്ട്. ചിലപ്പോൾ ഉത്തരവാദിത്തം ചെയ്യാത്തവരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് എന്ന നിലയിൽ ഗൗരവതരമായ ഉത്തരവാദിത്തമാണ് ചെയ്യേണ്ടത്. ഭാര്യ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇത് നല്ലതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്താലേ കുടുംബം വളരുകയുള്ളൂ. അപ്പോൾ ഒരാൾ അതിൻ്റെ മാറി നിൽക്കുകയാണ്, ഒരാൾ അതിൻ്റെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എങ്കിൽ കുടുംബം വളരില്ല. ഇപ്പോൾ നമുക്കറിയാം, ഒരു ചെടി വളരണമെങ്കിൽ വെള്ളവും വളവും കൃത്യമായിട്ട് ഒഴിക്കണം. ചെടി നട്ടിച്ചു പോയിട്ട് കാര്യമില്ല, കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എഫേർട്ട് ഇടണം. അപ്പോൾ എന്തേലും എഫേർട്ട് ഇടുന്നോ അത്രയാണ് ഇത് വളരുക. അപ്പോൾ പലരും എഫേർട്ട് ഇടാൻ തയ്യാറാവുന്നില്ല. കല്യാണം കഴിച്ചു, ആഘോഷം കഴിഞ്ഞു, പിന്നെ അവരവരുടെ ജീവിതം നയിച്ചു പോവുക. ഇതിനു വേണ്ടി നല്ല ഡെഡിക്കേഷൻ, ഒരുമിച്ചുള്ള സംസാരം, കമ്മിറ്റ്മെൻറ്റ്, അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവുക, ഇങ്ങനെ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്താലേ കുടുംബം വിജയിക്കും. അപ്പോൾ അത് ചെയ്യാൻ മടി കുറേ പേർ കാണുന്നുണ്ട്. അവർ കല്യാണം കഴിച്ചു, പിന്നെ അവർക്ക് അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത രീതിയിൽ ചെയ്തു പോകുന്നവർക്ക്. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാരിങ്ങനെ മറ്റ് ബന്ധങ്ങളിൽ പെട്ടു പോകുന്നവരുണ്ട്. ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ്, അപ്പോൾ അതിങ്ങനെ പോയി സ്വന്തം കുടുംബത്തെ മാനിക്കാതെയും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിലോട്ടൊക്കെ പോകാറുണ്ട്. അപ്പം അങ്ങനെ ചില കേസുകൾ ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പ്രശ്നങ്ങളാണ് ഉള്ളത്, അങ്ങനെ പല രീതിയിലുള്ള. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പൊതുവേ ഈ കാലഘട്ടത്തിൽ കാണുന്ന കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. പക്ഷേ അച്ഛൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടാണ്. പണ്ടൊക്കെ കുറച്ചുകൂടെയൊക്കെ സഹിക്കുക, അല്ലേ, നീ അങ്ങ് സഹിക്കുമോളെ, അല്ലെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യുമോളെ, ഇതൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ്. അപ്പൊ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, സഹിക്കലുകളാണ് പണ്ടൊക്കെ കുറെ പാരന്റ്സ് അല്ലെങ്കിൽ കുറെ ആളുകളൊക്കെ അങ്ങ് മുൻപോട്ട് പോയത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ സഹനം, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വളരെയധികം കുറഞ്ഞു. ഓക്കെ, ഐ ഹാവ് മൈ ഓൺ ഡിഗ്നിറ്റി, എനിക്ക് എന്റേതായ സ്പേസ് വേണം, ഫ്രീഡം വേണം എന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് പൊതുവേ ഉള്ളത്. അവിടെയുള്ള ഈ വിഷയങ്ങളാണ് എനിക്ക് തോന്നുന്നു കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രശ്നം ഉണ്ടാകാൻ പ്രധാന കാരണമെന്ന് തോന്നുന്നു. യെസ്, ഇനി അടുത്തതായിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു സ്കൂളുകളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ക്യാമ്പസിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, ഡ്രഗ്സിന്റെ ഒക്കെ ഒത്തിരി വിഷയങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ മാത്രം നിസ്സാര കാര്യങ്ങൾക്ക് കുട്ടികൾ സൂയിസൈഡ് അത് കുഞ്ഞു കുട്ടികൾ മുതൽ സൂയിസൈഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള പല സൂയിസൈഡൽ ടെൻഡൻസീസ്, അല്ലെങ്കിൽ വീട് വിട്ടു പോകുക, അങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പ്രധാന കാരണം എന്തായിരിക്കും? ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങളുണ്ട്, സിനിമകളുണ്ട്, അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങളുണ്ട്. അച്ഛൻ്റെ ഒബ്സർവേഷനിൽ എന്തൊക്കെയായിരിക്കാം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? കുറച്ച് കാരണങ്ങളുണ്ട്. ഒന്നാമതൊരു കാരണം ഞാൻ കാണുന്നത് നമ്മുടെ വീട്ടിലെ സാഹചര്യമാണ്. അതായത് ഒരു കുട്ടി അല്പം വിഷമതകളും ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് വളരുമ്പോഴാണ് മനക്കരുത്തുണ്ടാവുന്നത്. അതായത് ഇപ്പോഴത്തെ പേരൻസ് നീ ഒന്നും അറിയണ്ട, ഒന്നും ഒരു വിഷമം അറിയരുത്, നീ പഠിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എല്ലാം പ്രൊവൈഡ് ചെയ്യുകയും ഒരു സങ്കടാവസ്ഥകളോ ജീവിതത്തിൻ്റെ വിഷമതകളോ അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ വിഷമം ഉണ്ടാകുമ്പോൾ ഇവർക്ക് അതിനെ എടുക്കാനുള്ള കരുത്തില്ല. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകളും വിഷമതകളും അനുഭവിച്ചു വരുന്ന ഒരാളാണ് അല്പം കരുത്തുള്ള ഒരാളാവുക. എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കണമെന്ന രീതിയിലല്ല, ഇതും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുകയും അതും കൂടി അതിലൂടെ അവർക്ക് ഒരു ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം, എന്നാലേ കുട്ടികൾ കരുത്തുള്ളവരാവുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ എല്ലാം ഇമ്പൾസിവിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ തോന്നിയത് ചെയ്തു പോവുകയാണ്. ഉദാഹരണത്തിന് എനിക്ക് ഇത് വേണം, അത് കിട്ടി, അത് വേണം, കൊടുത്തു. ഇപ്പം മാതാക്കന്മാർ ചോദിക്കുന്നതെല്ലാം പെട്ടെന്നോട്ടം ചെയ്തു വരിക. അപ്പം അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കിട്ടാതെ വരുമ്പോൾ ഇതിനെ ഫ്രസ്ട്രേഷൻ ടോളറൻസ് പറയും. അതിനെ ഈ മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വരുത്താനുള്ള ക്ഷമ വളരെ കുറവായിട്ട് വരുന്നു. ഓക്കെ, പിന്നെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫുഡ്, എക്സസൈസ്, സ്ലീപ്പ്, ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുട്ടിയുടെ വളർച്ചയിൽ. അപ്പോൾ ഇത് പലപ്പോഴും പ്രശ്നമുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഫുഡ് അവരുടെ കൃത്യരീതി അവരിഷ്ടപ്പെടുന്നതാണ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ നല്ല ആരോഗ്യമുള്ള ഭക്ഷണശീലം കുറവാണ്. പിന്നെ ഉറക്കം, പല കുട്ടികളുടെ ഉറക്കം കറക്റ്റായിട്ട് നടക്കുന്നില്ല. അപ്പോഴും ഈ പെട്ടെന്ന് ദേഷ്യവും സങ്കടവും വന്നുകൊണ്ടിരിക്കും. പിന്നെ എക്സസൈസ്, പ്രത്യേകിച്ച് ഈ കോവിഡ് ശേഷം കുട്ടികൾ ഒരുമിച്ച് കളിക്കുക അല്ലെങ്കിൽ അങ്ങനെ വ്യായാമത്തിൽ ഏർപ്പെടുകയൊക്കെ കുറഞ്ഞു വരിക. അപ്പോൾ ഇതും മാനസികാരോഗ്യത്തെ ബാധിക്കും. പിന്നെ കുട്ടികൾക്ക് ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരിക. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, എല്ലാം നശിച്ചു എന്നാണ് ചിന്തിക്കുക. ഇനിയിപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ലാതെ ചിന്തിക്കുന്നത്.
മറിച്ച് ഇതിനെ അതിജീവിക്കാൻ പറ്റുമെന്നും ഇതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്നും ഒക്കെയുള്ള ആ ഒരു മനസ്സിൻ്റെ ചിന്താ ശൈലികൾ കുറച്ച് ഒരുപാടാണ്. പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടണമെന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ ഒരു പ്രശ്നം വന്നു അത് പെട്ടെന്ന് സൊല്യൂഷൻ, അപ്പോൾ അതിച്ച് താമസം എടുക്കുക അല്ലെങ്കിൽ കുറച്ച് അതിനെ എൻഡ്യൂർ ചെയ്ത് പോകുക എന്നുള്ളത് ഇവർക്കത് സാധിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ വരാതിരിക്കുമ്പോൾ, പെട്ടെന്ന് പരിഹരിക്കാതിരിക്കുമ്പോൾ ഇനി ജീവിക്കേണ്ടെന്നൊക്കെ ചിന്തിച്ച് പോവുകയാണ്. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ പറയും, നമ്മൾ സാധാരണ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നത്, നമ്മുടെ മാതാപിതാക്കൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ രാവിലെ പശുവിനെ തീറ്റിയിട്ടും പശുവിന് പുല്ല് കുറച്ചിട്ടൊക്കെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം നമ്മള് കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പം സ്കൂളിന്റെ മുറ്റത്താണ് കുട്ടികൾക്ക് ബസ് വന്നിരുന്നത്, അവിടെ നിന്ന് കയറി അവർ പോകുന്നു. അപ്പോൾ പഠിക്കും 3 കിലോമീറ്റർ നടന്നൊക്കെയാണ്. അപ്പം ആ ഒരു വലിയ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. അപ്പം അത് കാലഘട്ടത്തനുസരിച്ച് കുറഞ്ഞു വരുന്നതാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം എനിക്കൊന്ന് ഫുഡ് ഹാബിറ്റ്സ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ജങ്ക് ഫുഡുകൾ അധികമായിട്ട് കഴിക്കുക. രണ്ടാമത്തത് ഈ പറഞ്ഞതുപോലെയുള്ള കൃത്യമായ ഉറക്കം. കുട്ടികൾ ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോണും ഒക്കെ നോക്കി കൂടുതൽ സമയം അതിന്റെ പുറകെ പോകുന്നതുകൊണ്ട് തന്നെ ഉറക്കം പ്രോപ്പറായിട്ട് നടക്കാത്ത ഒരു വിഷയമുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ പാരന്റിങ്ങിന്റെ ഒരു മൂന്നാമത്തെ ഒരു മേഖല, അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്കൊന്ന് പാരന്റ്സ് കുറച്ചുകൂടെയൊക്കെ ഈ പറയുന്ന ഒരു മേഖല ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാരന്റ്സ്, അതായത് ഈ കുട്ടികളുമായിട്ട് കണക്ഷൻ രൂപീകരിക്കണം. ഇപ്പോൾ ഇവരെ നമ്മളിങ്ങനെ ഒരു പ്രത്യേക രീതി കാണുമല്ല. പുതിയ കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ഓപ്പൺ മൈൻഡാണ്. അപ്പോൾ അവരോടെല്ലാം സംസാരിച്ച് പഠിക്കണം. പല പാരൻസും ഇവരെ വഴക്ക് പറയാനും ഇവരെ ദേഷ്യപ്പെടാനും മാത്രമാണ് ഇവരെ. അങ്ങനെയല്ല, ഇവരോട് ഓരോ കാര്യം ചോദിക്കുകയും അഭിപ്രായങ്ങൾ പറയും. പ്രത്യേകിച്ച് കൗമാരക്കാരോട് എല്ലാത്തിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ ചോദിച്ച് അവരെ ഒരു ഭാഗവാക്കാക്കണം. എന്നാൽ ഇവർക്ക് ഒരു ഇമ്പോർട്ടൻസ് തോന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ അത്താഴത്തിരിക്കുമ്പോൾ എടാ ഇന്നത്തെ നമുക്ക് എങ്ങനെ സംസാരിക്കാം, ഇങ്ങനെ ഉണ്ടായി, കുടുംബത്തിലെ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോഴാണ് ഇവർക്ക് ഞാനിപ്പോൾ ഇത് ഭാഗമാണെന്നും എന്നെ ഒരു പ്രധാന കണക്കാന്ന് തോന്നുന്നത്. അത് ചെറിയ പയ്യനായിട്ടല്ല. അപ്പം അങ്ങനെ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം. അപ്പോൾ കണക്ഷൻ രൂപീകരിക്കാനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അപ്പനും അമ്മയും എനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് വേണം. പല കുട്ടികൾ പരാതി പറയാറുള്ളത്, എനിക്കിത് അപ്പനോട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അമ്മയോട് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം അമ്മ ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ മറിച്ച് എനിക്ക് എന്തും എൻ്റെ അപ്പനോട് പറയാൻ പറ്റും, അമ്മയോട് പറയാൻ പറ്റും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ കുറേ കുട്ടികൾ വളരെ നന്നായി കൈകാര്യം ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ പ്രതികരണം കൂടെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മയുടെ അല്ല അപ്പൻ്റെ അടുത്ത് പറയുക, പപ്പ ഞാനിന്നൊരു ഒരു ബിയർ കുടിച്ചു എന്ന് പറയുമ്പോൾ ആകെ അസ്വസ്ഥമായും ദേഷ്യപ്പെട്ടും ഒക്കെ പെരുമാറിയാൽ കുട്ടികൾ പറയില്ല. മറിച്ച് നമ്മൾ അതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യുക. എന്താണ് ഉണ്ടായത്, നമുക്ക് എന്താണ് ഗുണം, അതെങ്ങനെ ഉണ്ടായി, കൂട്ടുകാർ നിർബന്ധിച്ചാണോ, നമുക്ക് ഇങ്ങനെയാണ് മുന്നോട്ട് പോകും. അപ്പോൾ അങ്ങനെ പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി എടുത്താൽ ഇവർ വീണ്ടും പറയാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പാരൻ്റൽ കണക്ഷനാണ് ഇമ്പോർട്ടൻറ്റ്. കറക്ഷൻ മാത്രമല്ല, ഇപ്പോൾ കറക്ഷനാണ് അവരിപ്പോൾ ശ്രദ്ധിക്കുന്നത്. എനിക്ക് കണക്ഷൻ ഉണ്ട് എങ്കിൽ കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. കണക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് ആൾ സ്വീകരിക്കില്ല. അതാണ്. ഇതേ സമയം തന്നെ നമ്മൾ പാരന്റ്സിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവരെ പാരന്റ്സ്, ഞാൻ പലപ്പോഴും പല പാരന്റ്സിന്റെ അടുത്ത് ഡീൽ ചെയ്യുമ്പോൾ അച്ഛാ പേടിയാണ് കുട്ടികളോട് വഴക്ക് പറയാൻ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരെ തിരുത്താൻ, അവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വലിയ ടെൻഷൻ പാരന്റ്സ് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാരന്റ്സിനോട് നമ്മൾ എന്താണ് പറയേണ്ടത്? കാരണം കുട്ടികൾ ഇങ്ങനെ ഒരു വിഷയം അനുഭഭിക്കുന്നതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ സൈക്കോളജി തന്നെ പറയും, അതായത് ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ചില കാര്യങ്ങൾ മാതാപിതാക്കൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ ചില കാര്യം സ്ട്രിക്റ്റ് ആവണം, ചില കാര്യം ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയണം, ചില നിബന്ധനകൾ നിഷ്ഠകൾ പഠിപ്പിക്കാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് ചെയ്യുന്നത് എന്താണ്, ആ സമയത്ത് അതൊന്നും ചെയ്യുന്നില്ല. അവർ ആ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ പറയുന്നതെല്ലാം ചെയ്ത് കൊടുക്കുന്ന, പുറകെ പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, അവരെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചില ചിട്ടകളും ചില ശൈലികളുമൊക്കെ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിക്കുന്നില്ല. പിന്നീട് ഇവർ 10-12 വയസ്സായി കഴിഞ്ഞ് അത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇവർ സ്വീകരിക്കില്ല. അപ്പോൾ ഈ പാരൻറ്റിങ് ശൈലിയിലൊരു വ്യത്യാസം വന്നാലേ പുതിയ കുട്ടികൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ആദ്യത്തെ ഒരു 3 വയസ്സ് വരെ നമുക്ക് 4 വയസ്സ് വരെയൊക്കെ നല്ല സ്നേഹം കൊടുത്തെല്ലാം വളരണം. പിന്നെ ഒരു 4-5 തൊട്ട് ഒരു 10 വയസ്സ് വരെ ചില നിബന്ധന നിഷ്ഠകൾ പഠിപ്പിച്ചു നോക്കുകയുള്ളൂ. അപ്പോൾ ഒരു കൊച്ചു പറയുവാണ്, ഈ അമ്മയ്ക്ക് സ്നേഹമില്ല, അമ്മ സ്ട്രിക്റ്റ് ആണെന്ന് ഈ പ്രായത്തിൽ പറയുമ്പോൾ ഞങ്ങൾ പറയും നല്ല അമ്മയെന്ന് പറയും. പക്ഷെ ഇത് അമ്മമാർ കേൾക്കാൻ താല്പര്യമില്ല, സ്നേഹമുള്ള അമ്മയെന്ന് മാത്രം അവർ കേട്ടാൽ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രായത്തിൽ പഠിപ്പിക്കണം, എന്നാലേ ഇത് പിന്നീട് കുട്ടികൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് ഇപ്പം. അതുകൊണ്ടാണ് ഈ പാരൻസ് പറയുന്നത് പെട്ടെന്ന് കുട്ടികൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരാനുള്ള കാരണം. തീർച്ചയായിട്ടും.
പിന്നെ ഇതാണ് എന്താണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് ഒരു ആനന്ദമായി കരുതുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരിയേറെ ആളുകൾ ഒരാവശ്യമില്ല, അവൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ എന്തോ ഒരു മനസ്സുഖക്കുറവ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്നുള്ളത് ചില ആളുകളുടെ ഒരു സ്വഭാവശീലമായി ഇന്ന് കൂടുതലായിട്ട് കാണുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊരു സ്വഭാവ ദൂഷ്യമാണ്, എന്തോ ഒരു മാനസിക വിഷയമാണോ, അതോ അത് എന്താണ് അതിന് കാരണം എന്നുള്ളത് അച്ഛന് പറയാൻ പറ്റുമോ? ഈ വേദനിപ്പിക്കുക, സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഒരു സന്തോഷം അനുഭവിക്കുക എന്ന് പറയുന്നത് സൈക്കോളജിയിലുള്ള ഒരു ടേമുണ്ട്. മസോക്കിസ്റ്റ്, സാഡിസ്റ്റ് എന്നൊക്കെ പറയുന്ന ടേമുകളുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ അത്ര എക്സ്ട്രീം പോകണമെന്നില്ല. മറിച്ച് ഈ ആൾക്കാർ ചിലപ്പോൾ ഈ ഒരാളുടെ വളർച്ചയിൽ ഉള്ള അസൂയയോ മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ചില കാര്യങ്ങൾ, ഇപ്പം വയലൻസ് എന്ന് പറയുന്നത് ഒരു നോർമലായിട്ടുള്ള കാര്യമായിട്ട് ഇപ്പോൾ ആൾക്കാർ കരുതുന്നുണ്ട്. പ്രത്യേകം സിനിമകളൊക്കെ ഇതിന് വളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഒരാളെ നമ്മൾ കാണുന്നില്ലേ, ഒരുപാട് പെട്ടെന്ന് തന്നെ കുട്ടികൾ തന്നെ ആക്രമിക്കുന്ന ആകുന്നില്ലേ. അപ്പം അങ്ങനെ വയലൻസ് ഈസ് ഓക്കെ, നോർമൽ, ഇത് പ്രശ്നമില്ല എന്നുള്ള ഒരു ചിന്ത വരുവാണ്. അപ്പോൾ തന്നെ ആൾക്കാരെ ദ്രോഹിക്കാനും അല്ലെങ്കിൽ മര്യാദ കെട്ട് പ്രവർത്തിക്കാനൊക്കെ ഒരു നോർമൽ ചിന്തിച്ച് വരുവാണ്. പണ്ടത്തെ പോലെ ബഹുമാനിക്കുക അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ള കാര്യം വളരെ കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഒരു കാര്യം ഉണ്ടായാൽ അടിക്കട അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അപ്പം അങ്ങനെ പ്രതികരണം ഇപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഈ പറഞ്ഞ എല്ലാത്തിന്റെയും ഇൻഫ്ലുവൻസ് ഉണ്ട്, സോഷ്യൽ മീഡിയയുടെയും. അതോടൊപ്പം അതിന്റെയൊക്കെ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം പോലെയുള്ള എല്ലാ സാധനത്തിന്റെ ഇൻഫ്ലുവൻസ് ആണ് അവരെ അങ്ങനെ പ്രകോപിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും തോന്നുന്നു. അതിനുശേഷം നമ്മള് മുതിർന്നവരെ കണ്ടു, അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യം കണ്ടു. ഇനിയിപ്പം കുറച്ചുകൂടി മുതിർന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുകയാണ്. പ്രായമായ ആളുകളുണ്ട്, ഒരു 60 അബവ് ഉള്ള ആളുകൾ, സീനിയർ സിറ്റിസൺ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു അവർ ഇന്നത്തെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ, അവര് ഒറ്റയ്ക്കാണ് പലപ്പോഴും. എനിക്ക് തോന്നുന്നു മക്കളൊന്നും ആ നാട്ടിലില്ല അല്ലെങ്കിൽ അടുത്തില്ല. അപ്പൊ അങ്ങനെ ടെൻഷൻ അനുഭവിക്കുന്ന ഒത്തിരിയേറെ പാരന്റ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പണ്ട് ഈ പറഞ്ഞ പോലെ കൊച്ചുമക്കളോ ഒക്കെ ആയിട്ട് അവർക്ക് വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്കായി പോകുന്ന മാതാപിതാക്കളുണ്ട്, അങ്ങനെയുള്ള അല്ലെങ്കിൽ വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട്, പ്രായമായ ആളുകൾ. ഈ അവസ്ഥയെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് അവർക്ക് പറ്റുക? ഓക്കെ, ഈ പ്രായമാകുന്ന ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. പലപ്പോഴും പല ആൾക്കാരും ആരോഗ്യത്തെ ശ്രദ്ധിക്കാതിരിക്കും. അതുകൊണ്ട് സമയത്ത് ആഹാരം കഴിക്കുക, പിന്നെ ഒരു അല്പം എക്സസൈസും ഉറക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഈ മനസ്സിന് ശക്തി വിട്ടുകൊടുക്കും. അപ്പോൾ മനസ്സിമായ ഒരു വളർച്ച ഉണ്ടാവണം. പിന്നെ രണ്ടാമത്, ഇപ്പം ഇവർക്ക് ഈ സാഹചര്യങ്ങളിൽ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം നമുക്കറിയാം, കുട്ടികൾ കൂടെ നിൽക്കണം, അത് കൂടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ പരിതപിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ ചിന്തിക്കണം. അപ്പോൾ ചിലപ്പം ആ നാട്ടിലെ സീനിയർ സിറ്റിസനെല്ലാം ഒരുമിച്ച് കൂടി ഒരു ചെറിയ വൈകുന്നേരം വർത്തമാനം പറയുന്നു. ഇപ്പം ഞങ്ങളുടെ ഒരു സ്ഥലത്ത്, ഞാൻ അറിയുന്ന സ്ഥലത്തുണ്ട്, അവിടെ വൈകുന്നേരം അവരെ ഒരുമിച്ച് ചീട്ട് കളിക്കാനൊക്കെ ഒന്നിച്ചു കൂടും. അപ്പോൾ വൈകിട്ട് പോകുമ്പോൾ ഒരു ആനന്ദമാണ്. അപ്പം അങ്ങനെ ചില ആനന്ദം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ ഇതിപ്പം എല്ലാവരും വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നാട്ടിലിപ്പോഴത്തെ സാമൂഹിക പരിസ്ഥിതി മാറിയിട്ട് വരുന്നൊരു കാര്യമല്ല. വി ആർ ക്രിയേറ്റിംഗ്. അപ്പോൾ നമുക്ക് ഒന്ന് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം, രണ്ട് ആൾക്കാരോട് നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കണം. അപ്പം മക്കളുമൊക്കെ നമ്മുടെ ഇടയ്ക്ക് വിളിയും കാര്യങ്ങളൊക്കെ ഉള്ളായിരിക്കും, പക്ഷേ ചുറ്റുമുള്ളവരോടും അയൽവക്കംകാരോട് സുഹൃത്തുക്കളോടൊക്കെ നല്ല ബന്ധങ്ങൾ. പിന്നെ മറ്റൊരു കാരണം ആത്മീയത. അപ്പോൾ ആത്മീയമായ കാര്യങ്ങളും വ്യാപരിക്കുന്നതും നല്ല ശക്തി കൊടുത്തുകൊണ്ടിരിക്കും ഈ പ്രായമുള്ള കാലത്ത്. പിന്നെ ഇതിനെ കാണുന്ന വിധമുണ്ട്. ഇപ്പം ലൊൺലിനെസ് എന്ന് പറയുന്നത്, ഇപ്പം ഏകാന്തം എന്ന് പറയുന്നത്, അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭയത്തോടു കൂടി. ഇപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്തു തുടങ്ങണം. അല്ലാതെ ഇത് ലോൺലിനെസ് ആണ്, ആരും ഇല്ലെന്ന് ഇരിക്കുമല്ല. സോ വാട്ട് യു ആർ ഡൂയിങ് ഫോർ ഇറ്റ് എന്നുള്ള ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ചും ഇടപെട്ടും ചെയ്യാവുന്ന കാര്യം ചെയ്തും, പിന്നെ നമുക്ക് ഈ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ സീനിയേഴ്സിൻ്റെ ഒരുമിച്ച് കൂടി ചില കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാനുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർ അവർ നല്ല സജീവമായിട്ടിരിക്കണം. ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ കട്ടിലേക്ക് കയറി കിടന്നാൽ, അല്ല ആരും വർത്താനില്ല എന്ന് പറഞ്ഞാൽ മുറിയിൽ കയറി കഥകടിച്ചിരുന്നാൽ ദേ കനോട്ട് ബിക്കം ഹാപ്പി. അതുകൊണ്ട് ഓർക്കുക, ആക്റ്റീവായിട്ടിരിക്കുക. അത് സാമൂഹികപരമായിട്ടും ശാരീരികമായിട്ടും
ആക്റ്റീവായിട്ടിരിക്കണം. തീർച്ചയായും. എന്നാലേ ഇതിനെ അതിജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സമൂഹത്തിന്റെ പരിസ്ഥിതി നമുക്ക് മാറ്റാൻ പാടാണ്. ഇപ്പോൾ പിള്ളേർ പുറത്തു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അവരെ നിർബന്ധിച്ചുകൊണ്ട് നിർത്താനും പറ്റാത്ത സാഹചര്യം. നമ്മളതനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുക എന്നുള്ള കാര്യമുള്ളൂ. പിന്നെ അതിന് നമ്മളെ ഇത് എക്യുപ്പിഡ് ആവുക ഇതിനെ അതിജീവിക്കാൻ. അല്ലാതെ ഈ സിറ്റുവേഷൻ നമ്മളിന്ന് ഓവർ പവർ ചെയ്യൊന്നുമില്ല, നമ്മുടെ അടുക്ക് തീരുമാനം പോലെ. അപ്പോൾ എത്രയോ പേരുണ്ട് നല്ല പ്രായമായിട്ടും നല്ല ചുറുചുറുക്കോടെ കാര്യങ്ങൾ ചെയ്യുന്നതും അതുപോലെ ഇടപെടുന്നതും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നൊക്കെ പഠിക്കുകയും ചെയ്യുകയും വേണം, എന്നാലേ ആവേ വരുള്ളൂ. തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത നാളുകളിലൊരു മുതിർന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ പോയപ്പോൾ അവിടെ ഇതുപോലൊരു ക്ലാസ് നയിക്കാമെന്ന ആൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കാനിടയായി. അതായത് നമ്മൾ ഈ മുതിർന്ന ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ടും ടിവിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ന്യൂസ് കാണുന്നു, അല്ലെങ്കിൽ രാത്രി 9 മണിക്കുള്ള ചാനൽ ചർച്ചകൾ കാണുന്നു. മുതിർന്നവർക്ക് അത് വളരെയധികം താല്പര്യമുള്ള കാര്യം. അവിടെയൊക്കെ ഈ പറഞ്ഞത് വളരെയധികം അഗ്രസീവായിട്ട് സംസാരിക്കുക, മറ്റുള്ളവനെ എന്തും പറഞ്ഞ് നാണം കെടുത്തുക, അങ്ങനെയൊക്കെ ഉള്ളത് സ്ഥിരമായി കാണുകയും കേൾക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ കൊണ്ടുവന്ന മാറ്റത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വയ്ക്കുക. അച്ഛൻ ഇതിനെക്കുറിച്ച് എന്താണ് പറയുക? കാരണം ഇന്നത്തെ ന്യൂസ് ചർച്ചകളുണ്ട്, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പല പല പരിപാടികളുണ്ട്. ഇതൊക്കെ അവരുടെ ഒരു ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ അതാണ്, രാവിലെ ടി വി കാണുക. അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ രൂപീകരിക്കുക അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ മാറ്റുന്നതെന്ന് പറയാം. അതായത് നമ്മുടെ മനസ്സിലെ ചിന്തകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നെഗറ്റിവിറ്റിയെ കൂടുതലുള്ളതെങ്കിൽ നമുക്ക് തോന്നുന്ന വികാരങ്ങൾ നെഗറ്റീവായിരിക്കും. നമുക്ക് ദേഷ്യവും സങ്കടവും ഇറിറ്റേഷൻ വരും, നമ്മുടെ പ്രവൃത്തികൾ ബാധിക്കും, നമ്മളൊന്നും ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മൾ മോണിറ്റർ ചെയ്യണം. അപ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചാനൽ ചർച്ചകൾ, അല്ലെങ്കിൽ ഈ ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സീരിയലുകൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് സ്ഥിരം ഇരുന്നാൽ നമ്മുടെ മനസ്സ് ഇതിനോട് താതാമ്യപ്പെടുകയും രൂപപ്പെട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഫീഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഇപ്പം ന്യൂസൊക്കെ അത്യാവശ്യം കണ്ട് മനസ്സിലാക്കുക, അല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് പോകുന്നു. ഇപ്പോൾ ചാനലുകാരൊക്കെ എന്താണ്, ഓരോ സംഭവത്തിൻ്റെയും സെൻസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ബാധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ ചാനൽ ചർച്ചകളൊന്നും ഞാൻ ശ്രദ്ധിക്കാത്ത ഒരാളാണ്. കാരണം എനിക്കറിയാം അതൊരു ഗുണകരമായ കാര്യമോ, അവിടെ നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ പ്രൊഡക്റ്റീവായ കാര്യങ്ങളോട് സംസാരിക്കും. അതുകൊണ്ട് അവർക്ക് അത് സഹായിക്കുന്നില്ല. അപ്പം എൻ്റെ ഒരു മനസ്സിലെ ചിന്തകൾ അത് ഇച്ചിരി പോസിറ്റീവ് ആകാനും റിയലിസ്റ്റിക് ആവാനും നല്ലതിനാനും എൻ്റെയാണ് ഉത്തരവാദിത്തം. ചാനലുകളല്ല അത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വി ഹാവ് ടു മോണിറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലോട്ട് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം നെഗറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് വാർത്തകളും മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സും പ്രക്ഷുബ്ധമായിട്ട് മാറും. അതുകൊണ്ട് പ്രായമുള്ളവർ എപ്പോഴും അല്പം കൂടെ അത്യാവശ്യം ഒരു നിയന്ത്രണം വെച്ച് കാണുക എന്നുള്ളതാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ഇതുപോലുള്ള പോഡ്കാസ്റ്റുകൾ വളരെയധികം സുലഭമായി ലഭിക്കുന്നു. മുതിർന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ പരിചയമില്ലാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് ഞാൻ പലപ്പോഴും വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പണ്ടൊക്കെ പാട്ടായിരുന്നു കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ പാട്ട് മാറിയിട്ട് ഈ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ തുടങ്ങി. അത് വളരെയധികം നമുക്ക് പ്രചോദനം നൽകുന്നതും മാത്രമല്ല ഒത്തിരിയേറെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല നല്ല ചാനൽ, ചുമ്മാ ചപ്പചവറുകൾ പറയുന്നതല്ല, നല്ല നല്ല കാര്യങ്ങൾ പറയുന്ന നല്ല നല്ല പോഡ്കാസ്റ്റുകളുണ്ട്. അത് വീഡിയോസ് ആയിട്ട് കാണുന്നവർക്ക് അങ്ങനെ കാണാം, അതോടൊപ്പം തന്നെ അല്ലാതെ ഓഡിയോ മാത്രമായിട്ട് കേൾക്കാനുള്ള സാധ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നു അത് വളരെയധികം ആളുകളെ എനർജൈസ് ചെയ്യും. മുതിർന്ന ആളുകൾ പ്രത്യേകിച്ച് അവർക്ക് വേണമെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളുണ്ട്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് പഠിച്ച് പറയുന്ന ആളുകളുണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ വായി തോന്നി വിളിച്ച് പറയുന്നതല്ല, മറിച്ച് പഠിച്ച് വിലയിരുത്തി പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളത് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അവരെ കൂടുതൽ അവരുടെ മനസ്സിനെ നല്ലതാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിന് എൻറിച്ചിങ് ആയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും നെഗറ്റിവിറ്റി നമുക്ക് പരമാവധി ഒഴിവാക്കുക എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ പോഡ്കാസ്റ്റുകൾ വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും അച്ഛാ, അപ്പം നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതുമായിട്ട് മാനസികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു പോയാൽ എനിക്ക് തോന്നുന്നു 2-3 ദിവസം നമുക്ക് സംസാരിച്ച് പോകാൻ പറ്റുന്ന അത്ര വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവസാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ എനിക്ക് അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ളത്, മാനസിക ആരോഗ്യത്തിന് വേണ്ടി ഒരാൾ എത്രമാത്രം എഫേർട്ട് ഇടണം? മാനസികാരോഗ്യത്തിന് വേണ്ടി ഇത്രമാത്രം എഫേർട്ട് എന്നുള്ളതല്ല, നിരന്തരം ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന ഉത്തരം. കാരണം ഇതൊരു ഒരു നിമിഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതിനെ ശ്രദ്ധയോടെ നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുന്നത്, ശരീരത്തിൻ്റെ ആരോഗ്യം, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ എഫേർട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഇത്രയും എഫേർട്ട് ഇടുന്നത് ഉപരി നിരന്തരമുള്ള ജാഗ്രത മനസ്സിന്റെ വളർച്ചയിലും ശ്രദ്ധിക്കണമെന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്കറിയാം ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടി ഈ പറഞ്ഞ രാവിലെ നടക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുന്നുണ്ട്,
ഇതൊക്കെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് റെഗുലർ ആയിട്ട്, അതാണ് എൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യം, റെഗുലർ ആയിട്ട് നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഒന്ന്, നമ്മൾ മനസ്സിലെ ചിന്തകൾ, നല്ല ചിന്തകൾ മനസ്സിൽ വെക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ പോസിറ്റീവായ ചിന്തകൾ, നല്ല ഗുണകരമായ ചിന്തകൾ മനസ്സിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ 2, നല്ല ബന്ധങ്ങൾ വെച്ച് പുലർത്തണം. അപ്പോൾ നമുക്ക് മറ്റുള്ളവരോടും എല്ലാവരോടും സൗഹൃദങ്ങൾ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല മാനസിക ഉന്മേഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ 3, നമ്മുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം. അപ്പോൾ എക്സസൈസ്, ഫുഡ് കാര്യങ്ങളൊക്കെ അത് മനസ്സിൻ്റെ ബലത്തെ സഹായിക്കും. പിന്നെ 4മതായിട്ട് നമുക്ക് ഉല്ലാസമുള്ള കാര്യങ്ങൾ മുഴുകണം. ഇപ്പോൾ ചിലർക്ക് യാത്ര പോകുന്ന ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ കടൽ തീരത്ത് പോകുന്ന ഇഷ്ടമാവാം, ചിലപ്പോൾ പുഴ കാണുന്ന, പ്രകൃതി ആസ്വദിക്കുന്നത്, അങ്ങനെ സംതിങ് വിച്ച് ഐ ലൈക്ക് ഓർ വിച്ച് ഐ എൻജോയ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ആസ്വദിക്കണം, മനസ്സിലായി. അപ്പോൾ ജീവിതം നമ്മൾക്ക് പ്രശ്നങ്ങൾ മാത്രമല്ല, ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ട് ആസ്വദിക്കാനുള്ള മനസ്സിനെ ഒരുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ സാധാരണ പറയാറുള്ള എക്സസൈസ്, കിടക്കുന്നതിന് മുമ്പ് സന്തോഷം തോന്നിയ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിട്ടേ കിടക്കാവുള്ള പറയുന്നത്. എന്നാലേ നമുക്ക് ഒരു ഹാപ്പിനെസ് വരും. ചിലപ്പം ഈ ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ. പക്ഷേ ഇന്നത് ചെയ്യാൻ പറ്റിയല്ലോ, അല്ല ഇന്ന് എനിക്ക് ഇങ്ങനെ നല്ലത് ചെയ്തു, ഇന്ന് നല്ല ആഹാരം കഴിച്ചു, ഇതിനെ ഒരു വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ ആ ഹാപ്പിനെസ്സോടെ ക്രിയേറ്റ് ചെയ്യണം. എന്നാലേ നമ്മൾ ബാലൻസിൽ പോവുള്ളൂ. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നമ്മൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ ചർച്ച ചെയ്തു. നമുക്കിത് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ്, പക്ഷേ പറഞ്ഞതുപോലെ നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ ഈ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. അച്ഛൻ്റെ വിലയേറിയ സമയത്തിന് ഒത്തിരിയേറെ നന്ദി. അച്ഛൻ്റെ തുറന്നുള്ള ശുശ്രൂഷകളിലും ഒത്തിരിയേറെ ആളുകൾ അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ വരാനും ആളുകൾ അവരുടെ മാനസികാരോഗ്യം സ്വീകരിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആളുകളൊക്കെ കൂടുതലായിട്ട് ഈ പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കും കൂടെ, മറ്റൊരു കുഞ്ഞി പനി വരുമ്പോൾ അല്ലെങ്കിൽ ജലദോഷം വരുമ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോകുന്നത് പോലെ തന്നെ ഈ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയും കൂടെ ഈ നാളുകളിൽ തെളിഞ്ഞു വരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. യെസ്, താങ്ക് യു.